ഇനി വിവാഹത്തിനായി കുടുംബശ്രീ മാട്രിമോണിയൽസിനെ ആശ്രയിക്കാനാകും. മറ്റ് മാട്രിമോണിയൽ സ്ഥാപനങ്ങളുടേതിന് സമാനമായ പ്രവർത്തന രീതിയാണ് കുടുംബശ്രീയുടേതും. പ്രാദേശിക തലത്തിൽ വേരുകളുള്ള പ്രസ്ഥാനമായതിനാൽ കൃത്യമായ അന്വേഷണം നടത്തി ഉത്തമ പങ്കാളിയെ നൽകാനാകുമെന്നാണ് കുടുംബശ്രീ മാട്രിമോണിയൽസിന്റെ പ്രത്യേകത. തൃശൂർ ജില്ലയിലെ 100ഓളം CDSകൾ വഴിയാണ് വിവരശേഖരണം നടത്തുന്നത്. നിശ്ചിത ഫീസടച്ച് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പോസ്റ്റൽ, സോഷ്യൽ മീഡിയ, വെബ്സൈറ്റ് എന്നിവ വഴിയാകും വിവരങ്ങൾ നൽകുക. അതാത് പ്രദേശത്തുള്ള CDS ഭാരവാഹികൾക്കാണ് വിവര ക്രോഡീകരണത്തിന്റെ ചുമതല. കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മാട്രിമോണിയുടെ ഒരു പ്രവർത്തനം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാനായിട്ട് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തനത്തിൽ നമ്മുടെ CDS ചെയർപേഴ്സണായിട്ടുള്ള സിന്ധു ബാലൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം സംസ്ഥാനത്തുടനീളം തന്നെ മാതൃകയായിക്കൊണ്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നിരവധി മാതൃകാപരമായ പദ്ധതികൾ ആവിഷ്കരിച്ച കുടുംബശ്രീയുടെ പുതിയ കാൽവെപ്പ് അഭിനന്ദനീയമാണെന്ന് മാട്രിമോണിയൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. നമ്മളൊക്കെ പോയി പേര് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അനുയോജ്യരായവരുടെ പേരുകൾ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും ആളുകളുടെയൊക്കെ വളരെ അപൂർവമായിട്ടാണ് സ്വകാര്യ മേഖലയിൽ അത്തരം സംരംഭങ്ങൾ വിജയകരമായി നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് സ്ത്രീകളുടെ കൂട്ടായ്മയുടെ ഒരു സംരംഭമാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും മനസ്സിലാദ്യമൊക്കെയായി കഴിയുന്ന മകളുടെ വിവാഹം അനുയോജ്യനായ ഒരു വരനെയോ വധുവിനെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഉത്കണ്ഠയുള്ള മാതാപിതാക്കൾക്ക് ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമായി അത് കേരളത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സംവിധാനം വരുന്നത് ഏറെ ഗുണം ചെയ്യും എന്ന് കരുതുക. സ്വകാര്യ മാട്രിമോണിയൽ സ്ഥാപനങ്ങളെക്കാൾ ചിലവ് വളരെ തുച്ഛമാണെന്നാണ് കുടുംബശ്രീ മാട്രിമോണിയൽസിന്റെ മറ്റൊരു പ്രത്യേകത. പെൺകുട്ടികൾക്ക് ആദ്യത്തെ 3 മാസം രജിസ്ട്രേഷൻ സൗജന്യമായിരിക്കും. റിപ്പോർട്ടർ, തൃശൂർ.